നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെ ഒരു പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അതിനായി നിങ്ങളുടെ മൊബൈലിലെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇത് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ സാധാരണയായി ക്രോം ബ്രൗസറുകളും ഐഫോണുകളിൽ സഫാരി ബ്രൗസറുകളും കാണാം. അതിൽ നിന്നും നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ അഡ്രസ് ബാർ എന്ന് കാണിക്കുന്ന സ്ഥലത്ത് www.gmail.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് കാണാം ക്രിയേറ്റ് അക്കൗണ്ട് എന്നത്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ടച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന ഫോമിൽ നിങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക. ആദ്യം പേര് കൊടുക്കുക, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക. ഫസ്റ്റ് നെയിം നമ്മുടെ നമ്മുടെ പേര്, കഴിഞ്ഞിട്ട് ഇനിഷ്യൽ കൊടുക്കുക. ഇമെയിൽ ഐ ഡി സ്മോൾ ലെറ്ററിൽ ഇട്ട് കൊടുക്കുക. നിങ്ങളുള്ളത് ഇത് മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുമ്പോൾ മറ്റാരും ഉപയോഗിക്കാത്ത മെയിൽ ഐ ഡി മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് ഇവിടെ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരാം. അബ്ദുൽ മുനീർ എന്ന മെയിൽ ഐ ഡി നിങ്ങൾ കൊടുത്താൽ അത് ഇവിടെ ഓൾറെഡി ടേക്കൺ എന്നോട് കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാനമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അവസാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് കൃത്യമായി കൊടുക്കാൻ നോക്കുക. വേറെ ആരും ഉപയോഗിക്കാത്ത രീതിയിലുള്ള മെയിൽ ഐ ഡി കൊടുക്കാൻ നോക്കുക. ഇനി നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഫോൺ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ലൊക്കേഷൻ ഏത് ലൊക്കേഷൻ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന പ്രൈവസി ആൻഡ് ടേംസ് കണ്ടീഷൻസ് വായിച്ചു നോക്കേണ്ടവർക്ക് വായിച്ചു നോക്കാം. അല്ലാത്തവർ താഴേക്ക് സ്ക്രോൾ ചെയ്തതിനു ശേഷം ഐ എഗ്രി എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് അല്പസമയം വെയിറ്റ് ചെയ്തിരിക്കുക. ഇതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറയും. ഇവിടെ നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇവിടെ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്പർ അവിടെ ഓൾറെഡി കൊടുത്തുകൊണ്ട് അവിടെ വരും. ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് വരണോ വോയിസ് കോൾ വരണോ എന്ന് ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിന്റെ ഓപ്ഷൻ ഓൾറെഡി സെലക്ട് ആകാണ്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു കോഡ് വരും. 6 അക്ക സംഖ്യ വരും. ആ കോഡ് ആ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ പ്രോസസ്സിംഗ് എന്നുള്ള മെയിൽ വരും. പ്രോസസ്സിംഗ് എന്നിങ്ങനെ കാണിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ടു ജിമെയിൽ എന്ന ആ ഒരു ബട്ടൺ വരും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ ടു ജിമെയിൽ പ്രസ് ചെയ്തതിനു ശേഷം അല്പസമയം വെയിറ്റ് ചെയ്തിരുന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലിന്റെ ഇൻബോക്സ് ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ ആണ് നിങ്ങളുടെ ഇൻബോക്സ് ആണ് കാണുന്നത്. ഇവിടെ ഇൻബോക്സിൽ വന്ന ഒരു ഗൂഗിളിന്റെ മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇമെയിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് വായിക്കാൻ പറ്റും. നമുക്ക് ഇൻബോക്സ് ബാക്കിയുള്ള ഐറ്റംസ് ഇവിടെ ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇവിടെ കാണാം. ഈ 3 വര കാണുന്നിടത്തിൽ പ്രസ് ചെയ്താൽ നമുക്ക് ബാക്കി നമ്മൾ സെൻഡ് മെയിൽസ് ഡ്രാഫ്റ്റ്സ് ഒക്കെ കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഇതിനോട് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കും ചെയ്യാം. ചെയ്യുമ്പോൾ കൃത്യമായി ആർക്കും ഇല്ലാത്ത ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നല്ല ഒരു പാസ്വേഡും നിങ്ങളുടെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡും നൽകി ഇത് ചെയ്യാൻ ശ്രമിക്കുക.